നമ്മൾ ഉണ്ടാക്കുന്നത് കാന്ത പോഹ. അത് നാട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന അവിൽ ഉപ്മാവിൻ്റെ മഹാരാഷ്ട്രൻ വേർഷനാണ്. ഇതിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവിൽ, പിന്നെ ഉള്ളി, പച്ചമുളക്, കരിവേപ്പില, പിന്നെ വറുത്തിടാൻ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. ആദ്യം ഇതിലിപ്പോൾ 2 കപ്പ് അവിലെടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വാർത്ത് വെക്കുക, വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് റിഫൈൻഡ് ഓയിൽ. ഏത് എണ്ണ വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. എന്നിട്ട് അതിലാദ്യം കടുക് പൊട്ടിക്കുക, പിന്നെ 1 ടീസ്പൂണ് ജീരകം. അത് പൊട്ടി വരുമ്പോൾ കുറച്ച് അതിൽ 1 പിഞ്ച് കായപ്പൊടി, അത് ഇത് നന്നായിട്ട് മുരിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കുറച്ച് നിലക്കടല, പച്ച നിലക്കടല അവിടെ യൂസ് ചെയ്തിട്ടുള്ള, വറുത്തത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്നിട്ട് ഇത് ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ കുറച്ച് കറിവേപ്പില പൊട്ടിച്ചത് അതിട്ട് കൊടുക്കുക. കറിവേപ്പില മൂത്ത് വരുമ്പോൾ പച്ചമുളകും ഉള്ളിയും. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഉള്ളി അധികം മൂക്കാൻ പാടില്ല. നമ്മൾ ഉപ്പുമാവിനും മറ്റേതിനൊക്കെ മൂക്കണ മാതിരി മൂക്കാൻ പാടില്ല. ഒരു കടി വരണം നമ്മൾ കഴിക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ട് അധികം പിങ്ക് കളറാവേണ്ട, ജസ്റ്റ് ഒന്ന് ഇതാകുമ്പോൾ അതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഒന്ന് ഇളക്കിയിട്ട് അതിൽ നമ്മൾ കുതിർത്തി വാർത്ത് വെച്ച അവിൽ അതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് പെട്ടെന്നാവുന്ന റെസിപ്പിയാണ്. നമ്മൾക്കൊരു 2 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് ഒന്ന് ആവി കയറ്റുക, അടച്ച് വെച്ചിട്ട് ആവി കയറ്റുക. അതിൽ ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിന് ഒരു വേറെ പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആവി കയറ്റി കഴിഞ്ഞാൽ റെഡിയായി. എന്നിട്ട് എടുത്തിട്ട് അതിൽ ഒന്ന് ഇളക്കിയിട്ട് അതിൽ മല്ലിയില കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മുടെ കാന്ത പോഹ റെഡിയായി. ഇത് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ കുറച്ച് നാരങ്ങ പിഴിഞ്ഞിട്ട് കഴിക്കാം, ഇല്ലെങ്കിൽ മിക്സറോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ നന്നായിട്ടുണ്ടാവും.